വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏപ്രിൽ 18 നടക്കുന്ന അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യവും കൂടെ പറയാനുണ്ട്. സ്റ്റഡി വിൻ PSC 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു Q&A ബാച്ച് കോഴ്സാണ്. അതായത് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പോളായിട്ടായിരിക്കും അവിടെ ക്ലാസ്സിൽ ഉള്ളത്. അതായത് പ്രീവിയസ് ഇയറിലെയും അല്ലാതെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും, അതായത് പ്രിലിംസ് എക്സാമിന് GK, കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഈ 3 സബ്ജക്റ്റിലെയും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പോളായിട്ടായിരിക്കും ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ക്ലാസ്സുകൾ നടക്കുന്നത് പ്രൈവറ്റ് ടെലഗ്രാം ചാനലിലായിരിക്കും. അപ്പം അതിൻ്റെ ഫീസ് വളരെ തീരെ ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ. അതായത് 250 രൂപ ഫീസിൽ ഏപ്രിൽ 15 ക്ലാസ് തുടങ്ങിയാൽ പരീക്ഷ തീരുന്നത് വരെ, പ്രിലിംസ് എക്സാം തീരുന്നത് വരെ നിങ്ങൾക്ക് അവിടെ ആ ക്ലാസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. മാത്സിൻ്റെ ഒക്കെ ആണെങ്കിൽ എക്സ്പ്ലനേഷൻ അവിടെ ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ ക്ലാസ്സുകൾ വേണ്ടതാണെങ്കിൽ ക്ലാസ്സുകളായിട്ടും അവിടെ കാണും. ഓക്കെ, അപ്പോൾ Q&A ബാച്ച് ആണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതായത് ക്വസ്റ്റ്യനും ആൻസറും പോളായിട്ടായിരിക്കും ആ ക്ലാസ്സിൽ കിട്ടുന്നത്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റഡി വിൻ PSCയുടെ മെയിൻ ആയിട്ടുള്ള ടെലഗ്രാം ചാനലിലേക്ക് ആദ്യം ജോയിൻ ചെയ്യുക. അതുവഴി എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ വളരെ കുറഞ്ഞ ഒരു ഫീസിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പഠിക്കാൻ പറ്റും. അതായത് Q&A ബാച്ച് ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കും. അപ്പം ഇപ്പോൾ ഈ റീസെൻ്റ്ലി നടക്കാൻ പോകുന്ന കമ്പനി ബോർഡ് LGS, ബെബ്കോ LD, ഈ 2 എക്സാമുകളുടെ പ്രിലിംസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. 250 രൂപയുള്ളൂ ഫീസ്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ആയിരിക്കുമല്ലോ അതിൻ്റെ പ്രിലിംസ് നടക്കാൻ പോകുന്നത്. അങ്ങനെയാണ് PSC പറഞ്ഞിരിക്കുന്നത് ആനുവൽ കലണ്ടറിൽ. അപ്പോൾ എന്നാണോ എക്സാം തീരുന്നത് അതുവരെ നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ B 1, 2 and 3. അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ ആരൊക്കെയാണ്? ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ. അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ: ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ. കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ B ആണ്. ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും. കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണെന്ന്. ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും. തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ D വെൽഫെയർ ഓഫീസർ. തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? വെൽഫെയർ ഓഫീസർ. 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാൻമാർഗിക സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗം അല്ലാത്തതാരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ B പോലീസ് DGP. 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാൻമാർഗിക സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗം അല്ലാത്തതാരാണ്? പോലീസ് DGP ആണ്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ എന്ന് തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രമാണ് ശരിയായത്.
ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായുള്ള തടവുകാർക്ക് കൂടുതലാണ്. അന്തേവാസികളായുള്ള തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബ അവധിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായുള്ള തടവുകാർക്ക് കൂടുതലാണ്. അന്തേവാസികളായുള്ള തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബ അവധിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന്. മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ്? ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ ഒരു വ്യക്തി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ ഒരു വ്യക്തി. ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 1 വർഷം. ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല? 1 വർഷം. മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, IG. മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? IG. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നതിൽ ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, നിയമമന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗം അല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നതിൽ ആരാണ്? നിയമമന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗങ്ങളാണ് ആരൊക്കെയാണ്? മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, നിയമസഭാ സ്പീക്കർ. അത് പ്രത്യേകം ഓർത്തു വെച്ചോണം കേട്ടോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമായവർ ആരൊക്കെയാണ്? മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, നിയമസഭാ സ്പീക്കർ. വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 48 മണിക്കൂർ. വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? 48 മണിക്കൂറിനുള്ളിൽ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? ഓപ്ഷൻ എ 19. വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? 19. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 രൂപ വീതം ഓരോ ദിവസം പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 25,000. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 രൂപ വീതം ഓരോ ദിവസം പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു? 25,000.
വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നതിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ സി 1, 2 ആൻഡ് 3. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നതിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്? ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡത്തെയും സുരക്ഷിതത്വത്തെയും മറ്റും ഹാനികരമായി ബാധിക്കുന്നവ, വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരം, അറസ്റ്റിനെയോ പ്രോസിക്യൂഷന്റെ നടപടിക്രമത്തെയോ തടസ്സപ്പെടുത്തുന്ന വിവരം. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നതിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത് ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡത്തെയും സുരക്ഷിതത്വത്തെയും മറ്റും ഹാനികരമായി ബാധിക്കുന്നവ, വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരം, അറസ്റ്റിനെയോ പ്രോസിക്യൂഷന്റെ നടപടിക്രമത്തെയോ തടസ്സപ്പെടുത്തുന്ന വിവരം. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപര മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപര മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാവുന്ന ആരോഗ്യകരമായ മനോസാന്ത്വന രീതി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാകുന്ന ആരോഗ്യകരമായ മനോസാന്ത്വന രീതി ഏത്? സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. അബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആത്മസാക്ഷാത്കാരം. അബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതയുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ആത്മസാക്ഷാത്കാരം. ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 3 മാത്രം ശരിയാണ്. ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്നത് എന്തൊക്കെയാണ്? പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. ഭാവിയിൽ സംഭവിക്കാവുന്നതായി കരുതുന്ന കാര്യങ്ങൾ ഓർത്തുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിക്കേ. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. അവിടെ ഒരു പേടിയാ, അയ്യോ പുലി എന്നെ ആക്രമിക്കുവാന്നുള്ളത്. പക്ഷെ ഉത്കണ്ഠ അങ്ങനെയാണോ? അല്ല. ഭാവിയിൽ സംഭവിക്കാവുന്നതായി കരുതുന്ന കാര്യങ്ങൾ ഓർത്തുള്ള ആശങ്കയാണ് ഉത്കണ്ഠ കേട്ടോ. അപ്പോൾ ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഭയവും ഉത്കണ്ഠയും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും ഒന്നല്ല. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹോവാർഡ് ഗാർഡനറിന്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്. ഹോവാർഡ് ഗാർഡനറിന്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക്